തൊട്ടടുത്തുള്ള അമ്പലത്തിലെ ഉത്സവത്തിന് പോയാലോ? ചെന്നപ്പോന്നെ ഇത്തിരി ലേറ്റ് ആയിട്ടോ. എവിടെയും നേരം വൈകി ചെല്ലുക എന്നുള്ളത് ഞങ്ങളൊരു രീതിയാട്ടോ. വന്നപ്പോ തുടങ്ങിയതട്ടോ കുഞ്ഞിന് വിശക്കുണ്ടെന്നുള്ള പരാതി. അപ്പൊ നേരെ ഞങ്ങളെല്ലാരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. അപ്പൊ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ ഞാൻ കറി വാങ്ങാൻ മറന്നുട്ടോ ഗൈസ്. പിന്നെ ഇതേ വീണ്ടും പോയി കറിയൊക്കെ വാങ്ങിക്കൊണ്ടു. കുഞ്ഞുവിന്റെ വിചാരം ഇവിടെ കല്യാണത്തിന് വന്നതാന്ന് വിചാരിച്ചിട്ട് അവള് ബിരിയാണി ഇല്ലേന്നാട്ടോ ചോദിച്ചത്. അമ്പലത്തിലേക്ക് വരുന്നതിന് അവിടുത്തെ സദ്യ കഴിക്കാനാട്ടോ. സാമ്പാറും ചോറും അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ലട്ടോ. ഉത്സവത്തിന് വന്ന ഫുഡ് കഴിച്ചു പോകുക എന്നുള്ളത് ഒരു കേരളക്കാരുടെ ഒരു ശൈലിയാണ്. കുറച്ചേരം പരിപാടിയൊക്കെ കണ്ടു നിന്നപ്പോ അപ്പുറത്ത് നിൽക്കുന്ന കുട്ടികളെ കയ്യിൽ വിമാനം കളിക്കൊക്കെ കണ്ടപ്പോ പിന്നെ അതും വേണമെന്നുള്ള വാശിയായിട്ടോ. കുറച്ചു നേരമൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പിടിച്ചു നിർത്തിയെങ്കിലും അധികം നേരം അത് നീണ്ടു നിന്നില്ല കേട്ടോ. അടുത്ത പരിപാടി ശിങ്കാരിമേള ആയിരുന്നു കേട്ടോ. അതൊക്കെ കുറച്ചേരം കണ്ടു നിന്ന് പിന്നെ നേരെ ഞങ്ങൾ പോയി കുട്ടികൾക്ക് ഓരോ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കൊടുത്ത് എല്ലാത്തിനും ഒരു മൂലക്കിലിട്ട് അമ്മമാർക്കൊക്കെ ഒരു വേറൊരു പരിപാടി ഉണ്ട്. നേരെ ഞങ്ങള് കമ്മല് വാങ്ങിക്കാനായിട്ട് പോയത്. നീണ്ട തിരച്ചിലിന് ശേഷം 2 കമ്മലും വാങ്ങിച്ചത്. ചക്രമുട്ടായി കണ്ടപ്പോൾ ചക്രമുട്ടായി മേടിച്ചു. നേരെ ഞങ്ങള് വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അപ്പൊ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ.